അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പാവപ്പെട്ട ആൾമാർ, യതീമീങ്ങൾ, പെൺമക്കൾ ഇങ്ങോട്ടുള്ള കൃപയോട് കൂടെ നല്ല മൃദു സ്വഭാവത്തിൽ പെരുമാറണം എന്ന് ചൊന്നു വന്നുകൊണ്ടുള്ള റിയാദുസ് സാലിഹീനിലെ 33-ാമത്തെ ബാബിയുടെ 2-ാമത്തെ ഹദീസായിട്ട് ഇതിന്റെ വിവരിക്കോണ്ടത്. ഹദീസ് നമ്പർ 261. ഇതിലും ഇന്നലെ ചൊന്ന പോലെ തന്നെ ഏതായിട്ട് പാവപ്പെട്ട ആളുമാരെ മനസ്സ് ബേജാറാക്കോ തീരാം. ഇത് സംബന്ധപ്പെട്ട ഒരു ഹദീസായിട്ട് എന്തായിട്ട് ഈ ഹദീസ് ഉള്ളത് നമുക്ക് നോക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിട്ട് റിപ്പോർട്ട് ആക്കിയത്. വൻ അബൂ ഹുറൈറ അല്ല, അബൂ ഹുബൈറ. ഹുറൈറ വേറെ, അബൂ ഹുബൈറ. അബൂ ഹുബൈറ റളിയല്ലാഹു അൻഹു മഹാനവർഗലെ പേര് ആയിദ് ഇബ്നു അംറുൽ മുസനി വഹുവ മിൻ അഹ്ലി ബൈഅത്തി റിദ്വാൻ റളിയല്ലാഹു അൻഹു. അയാൾ ബൈഅത്തുർ റിദ്വാനിൽ പെട്ട ആളായിട്ട്. ഞങ്ങൾ ബദ്ർ യുദ്ധത്തിൽ ഹാജരായെങ്കിൽ ബദ്രീങ്ങളും ചൊല്ലതുപോലെ ബൈഅത്തുർ റിദ്വാനിൽ ഹാജരായ അങ്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ബൈഅത്തുർ റിദ്വാൻ ചൊന്നെങ്കിൽ ഹുദൈബിയ സന്ധി, അതായത് നബിത്തങ്ങൾ മക്കയിൽ നിന്നും മദീനത്ത് പോയിട്ട് 6-ാമത്തെ വർഷം ഉംറ ചെയ്യുകയായിട്ട് പണ്ടത്. അപ്പൊ നബിയും 1500 സ്വഹാബാക്കളും പറയുമ്പോൾ ഹുദൈബിയ ചൊല്ലിയ ജാഗി, മക്കത്തെ മുട്ടത്തുള്ള ഒരു ജാഗി, അവിടെ എത്തിയിട്ടാകുമ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ ബറവ് തീരാൻ ചൊല്ലാറ്. അങ്ങനെ നബിയും മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇടയിൽ ഒരു പലക്കവിടും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട സ്വഹാബാക്കൾ എന്താക്കിടാറ്, നബിയുടെ കൈ പിടിച്ചിട്ട് ഒരു ബൈഅത്താക്കിടാറ്. എന്താണെങ്കിൽ ഇവിടെ ഇപ്പൊ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നാൽ കണ്ടെങ്കിൽ ഞങ്ങൾ പിറവ് തിരിഞ്ഞോടല്ല, ഞങ്ങൾ എല്ലാത്തും റെഡി എന്ന് അങ്ങനെ എന്താക്കിടാറ്, ബൈഅത്താക്കിടാറ്. എനിക്ക് ബൈഅത്തുർ റിദ്വാൻ ചൊല്ലേ. അപ്പൊ അതിൽ കൂടി ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതിൽ പെട്ടാലായിട്ട് ഈ അബൂ ഹുബൈറാൻ ചൊല്ല ആയിദ് ഇബ്നു അംറുൽ മുസനി എന്ന സ്വഹാബി അന്ന അബാ സുഫിയാൻ എന്തായിട്ട് അയാൾ ചൊല്ല ഹദീസ്. അബൂ സുഫിയാൻ അതാ അലാ സൽമാന വ സുഹൈബ് വ ബിലാൽ. അബൂ സുഫിയാൻ വന്ന് ആരെ അവിടെ സൽമാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, സുഹൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫീ നഫരിൻ സ്വഹാബാക്കളുടെ കൂട്ടത്തിലായിട്ട്. ഫഖാലു, അപ്പൊ ഈ സ്വഹാബാക്കൾ ചെന്നത് മാ അഖദത് സുയൂഫുല്ലാഹി മിൻ അദുവില്ലാഹി മാ അഖദഹാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ബാല് അത് പിടിക്കലവിടെ പിടിച്ചിട്ടില്ല, ബാക്കിയുണ്ട്. അതായത് ഈ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അപ്പ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ നബിയുടെ ശത്രു ഭാഗത്തിലായിട്ട് അയാളിന്ന് അബൂ സുഫിയാന് ഉഹുദ് യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളെ ലീഡറായിട്ട്, ഖന്തക് യുദ്ധത്തിന് ലീഡറായിട്ട് കുറെ കാലം മുശ്രിക്കീങ്ങൾക്ക് ലീഡറായിട്ട് നീണ്ടാലായിട്ട് അബൂ സുഫിയാൻ. ഈ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇന്നലെ ചൊന്നല്ലേ അത് അല്ല, ഈ നുപാട്ടെ ചൊന്ന ബൈഅത്തുർ റിദ്വാൻ, അവിടെ നബിയും മക്കത്തെ മുശ്രിക്കീങ്ങളായിട്ട് ഒരു പലക്ക കരാറല്ല സംഭവിച്ചത്. അതിൽ ഒരു കരാറായിട്ട് ഞങ്ങൾ 10 വർഷം നിങ്ങൾ യുദ്ധാക്കുകയില്ല എന്നൊരു പലക്ക. അപ്പൊ ആ ഒരു സന്ധി, അതായത് ഈ യുദ്ധം നടക്കില്ല. ആ സമയത്തായിട്ട് അബൂ സുഫിയാൻ ഇവിടേക്ക് വന്നത്, മദീനത്തേക്ക് വന്നത്. ആ സമയത്തായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇക്കുമ്പോ അബൂ സുഫിയാൻ പറയുമ്പോഴേ അള്ളാഹുടെ ബാലിന്റെ പിടിക്കേണ്ട രീതിയിൽ പിടിച്ചിട്ടില്ല. ചെന്ന അബൂ സുഫിയാൻ അപ്പം മുശ്രിക്കീങ്ങളെ ലീഡർ അല്ല, അതിൽ നേതാവ്. അപ്പൊ ഇസ്ലാമിക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ മനസ്സൂടെ ബാക്കിയുണ്ട്, ഞങ്ങൾ ഇയാളെ തലെടുത്തിട്ടില്ല എന്നൊരു ഫലക്കായിട്ട് അങ്ങ് ചൊന്നത്. കാരണം ഇങ്ങനെ പാവപ്പെട്ട സ്വഹാബാക്കളായിട്ട് ഇങ്ങനെ മുന്നൽ കഷ്ടം അനുഭവിച്ചങ്ങായിട്ട്. അപ്പൊ ചൊന്നിട്ടാകുമ്പോ ഫഖാല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അതഖൂലൂന ഹാദാ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് ഈ പലക്ക നിങ്ങൾ ചൊല്ലമാ ലിശൈഖി ഖുറൈശിൻ വസയ്യിദീൻ. ഖുറൈശികളിൽപ്പെട്ട ഒരു നേതാവ്, ഒരു വയസ്സായാലും ഒരു നേതാവിടെ ഇട്ടുക്കുമ്പോ ഈ പലക്ക നിങ്ങൾ ചൊല്ലേ. അപ്പൊ അയാൾ ഇസ്ലാമിക്ക് വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ പരസ്പരം യുദ്ധമില്ല എന്ന് തീരുമാനാക്കിയ കാലഘട്ടമായിട്ട്. അപ്പൊ അയാളൊരു വയസ്സല്ലേ, അതല്ലാണ്ട് അയാൾ ഖുറൈശികളെ ലീഡർ അല്ലേ, അയാളൊട്ടു നിങ്ങൾ ഈ പലക്ക ചൊല്ലേമാ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടു. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുട്ട വന്നിട്ട് ഫഅഖ്ബറഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിഷയം നബിയെ അബൂ സുഫിയാൻ പറയുമ്പോൾ ഈ സ്വഹാബാക്കൾ ഇങ്ങനെ ചൊന്നത്, ഞാൻ അതൊക്കെ ഇങ്ങനെ ചൊന്നേ. നീ എന്ത് അയാൾ ഒരു ഖുറൈശികളിൽ നേതാവല്ലേ, അയാൾ അങ്ങനെ ലീഡർ അല്ലേ, ഒരു വയസ്സായാലല്ലേ, അയാളിട്ട് ഇത് ചൊല്ലേമാ ഞാൻ കേട്ടേൻ. ഫഖാല, അപ്പൊ അബു നബി തങ്ങൾ ചെന്ന് യാ അബൂബക്കർ ലഅല്ലക അഗ്ളബതഹും മഹാനായ നബി തങ്ങൾ എടുത്ത് അബൂബക്കറെ നീ ആ സ്വഹാബാക്കളെ ബേജാറാക്കി.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തും പറഞ്ഞിട്ടൊന്നും ഇല്ല, ആ ചൊന്ന മാത്രം ഇയാളിട്ട് എന്ത് അത് ചൊല്ലേ എന്നുള്ളത്. ലഇൻ കുൻത അഗ്ളബ്തഹും ലഖദ് അഗ്ളബ്ത റബ്ബക, നീന അകലമീത്തു അർസ ബർപാട്ടി എന്ന് കണ്ടെങ്കിൽ നിന്റെ റബ്ബിനെ നീന അർസ ബർപാട്ടി. ഫഅതാഹും, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബാക്കളെ മുട്ട ബന്ത്, സൽമാൻ റളിയല്ലാഹു അൻഹു മുട്ട, സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു മുട്ട. ഫഖാൽ, എന്നിട്ട് യാ ഇഖ്വത അഗ്ളബ്തുക്കും, ഓ എൻ്റെ സഹോദരന്മാരെ ഞാൻ നിങ്ങളെ അർസ ബർപാട്ടി, ನಾನು ಪಾಟಿ ಚೊಂದದ ನೀವು ಮಿತ ಅರ್ಸ ಬಂತ ಕಾಲು ಲ ಅಪ್ಪ ಹಂಗ ಚಂದ ಇಲ್ಲ ಯಗಫಿರುಲ್ಲಾಹು ಲಕ ಯಾ ಉಖಯ್ಯ, ഓ ഞങ്ങളെ സഹോദരൻ അള്ളാഹു നിങ്ങൾക്കും പുറത്തു തരട്ടെ. റവാഹു മുസ്ലിം. അപ്പോൾ ഇവിടെ എന്ത് വന്നെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ അയാൾ ഇസ്ലാമുക്ക് വന്നിടാവും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാമുക്ക് വന്നിട്ട് ഈ സംഭവം നടക്കുമ്പോൾ അയാൾ ഇസ്ലാമുക്ക് വന്നിട്ടില്ല. അപ്പൊ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുശ്രിക്കീങ്ങളെ ലീഡറായിട്ടിരിക്കുമ്പോ ഈ 3 സഹാബാക്കൾ എന്താക്കിയത്, അയാളിങ്ങനെ വന്നിട്ടാകുമ്പോൾ അയാൾ ഒത്തിവെച്ച് പലക്കറിഞ്ഞതായിട്ടില്ല. എന്ത് ചെന്നെങ്കിൽ അയാൾ മുശ്രിക്കീങ്ങളെ ലീഡറാക്കും, അയാള് ഉഹുദ് യുദ്ധത്തിൽ നേതൃത്വം കൊടുത്ത ആളായിട്ടിട്ട് അതിൽ കുറെ സഹാബാക്കളെ കൊല്ലപ്പെട്ടു. ഖന്തഖ് യുദ്ധത്തിലും അയാളുണ്ട്. അപ്പോ ഒരുപാട് കാലം നബിത്തങ്ങളെയും സഹാബാക്കളെയും മക്ക മുശ്രിക്കീങ്ങളെ എതിർക്കുമ്പോൾ അയാളാവിട്ടിട്ട് ആ ഭാഗത്ത് ലീഡർ. പിന്നെ അയാൾ ഹിജ്റ 8ാമത്തെ വർഷം മക്ക ഫത്ത് എല്ലാം ആയപ്പോ ആ സന്ദർഭത്തിൽ ഇസ്ലാമുക്ക് പണ്ട് മാത്രല്ല അയാളൊരു മോനും കൂടിയായിട്ട് നബിത്തങ്ങളെ പെഞ്ഞായി, അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ മോൻ. അപ്പൊ പിന്നെ ആയിട്ടിക്കട അയാൾ ഇസ്ലാം വന്നത്. അപ്പൊ അതൊക്കെ മുന്നുള്ളൂ അയാള് മുശ്രിക്കായിട്ടിക്കട ആ കാലഘട്ടത്തായിട്ടിക്കട ചൊന്നത് അള്ളാഹുടെ വാല് പിടിക്കേണ്ട രീതിയിൽ പിടിച്ചിട്ടില്ല എന്ന് ഇയാളുടെ അയാൾ അവിടെ അയാൾ മദീനത്ത് വന്ന സന്ദർഭത്തിൽ അപ്പൊ നബിയും സഹാബാക്കളും മക്കത്തെ മുശ്രിക്കീങ്ങളും യുദ്ധമില്ല എന്ന് 10 വർഷം കരാറാക്കി ആ ടൈമിലായിട്ടിക്കട് സന്ധിയുള്ള ആ കാലഘട്ടത്തായിട്ടിക്കട അയാൾ വന്നത്. അപ്പൊ ആയിട്ടിക്കട ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ എന്തിനേക്ക് ഈ വയസ്സരട്ടിച്ചോളുടെ കുറേശിങ്ങളെ ലീഡർ അല്ലേ? അപ്പൊ ഈ ചൊന്ന പല അങ്ങക്ക് ബേജാറായിട്ട് ക്വാട്ട് നബി തങ്ങക്കേട്ട് നിങ്ങ അബൂ സുഫിയാന്റെ ആബിസ് അവിടെ എത്തിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു ഈ പലക്കല്ല ചൊന്തല്ലേ നീ എന്ത് കായാലിട്ടി ചൊല്ലേ ഇത് മീ തങ്ങൾക്ക് അർസ വന്നിട്ടിക്കുക. ആ പാവപ്പെട്ട സഹാബാക്കൾക്ക് അർസ വന്നെങ്കിൽ നീ അള്ളാഹുടെ അർസ പുറപ്പാട്ടിയാണ്. അപ്പൊ ഇത് എന്തെന്നെങ്കിൽ ഈ പാവപ്പെട്ട സ്വഹാബാക്കളെ നീ അർസ പുറപ്പാട്ടിയാന്റെ നബി തങ്ങൾ കേട്ടെ. അപ്പോ അങ്ങ് അള്ളാഹുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ള എന്നർത്ഥം. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനം കുറഞ്ഞിട്ടല്ല, നബിമാർ പൊട്ടിയൻ കന്യകൽവിനെ 1ാമത്തെ സ്ഥാനത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നു. അതിൽ സംശയമേ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അത്ര വലിയ സ്ഥാനം ബാക്കി ആർക്കുമില്ല അമ്പിയാക്കന്മാർ പൊട്ടിയെങ്കിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുകയും മുന്നും നുബുവത്ത് കിട്ടിയാൽ പിന്നെയും നെനല് പോലെ നബി തങ്ങൾ ഒട്ടുകിന്ന എല്ലാ കാര്യവും പഠിച്ച് എല്ലാ സമയത്തും നബി ഒട്ടുകിന്ന സ്വഹാബി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടത്തേക്ക് വലിയ സ്ഥാനമുണ്ട്. അള്ളാഹു അങ്ങനൊക്കെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാം സ്വാഭാവികളിൽ പെടുത്തട്ടെ. കാതോർക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളെ ക്ലാസ് കാതോർക്കുക എല്ലാ നാളും കാതോർക്കുക ആൾമാറില്ല. പല ആൾമാർ കിട്ടിയപ്പോലെ ചൊല്ലാറ് ഇങ്ങനെ കാതു കൊടുക്കുക, ഇത് കേട്ടോണ്ടിരിക്കണ എന്നല്ലോ. അള്ളാഹു എല്ലാ ഉത്തരും കാതോർക്കുക എല്ലാ ഓരോരുത്തർക്കും അള്ളാഹു ധാരാളം ഖൈറും ബറക്കത്തും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.